നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ, മറ്റത്തൂർ, ചൊവ്വന്നൂർ പഞ്ചായത്തുകളിൽ കോൺഗ്രസ് നടപടി. മറ്റത്തൂരിലെ BJP സഖ്യത്തിനൊപ്പം നിന്ന അംഗങ്ങളെ കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യരാക്കുമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് പച്ചക്കള്ളം പറയുന്നെന്നും വിപ്പ് നൽകിയിട്ടില്ലെന്നും BJPക്കൊപ്പം ചേർന്ന കോൺഗ്രസ് മെമ്പർമാർ. ചൊവ്വന്നൂരിൽ SDPI പിന്തുണയിൽ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച വർഗീസ് ചൊവ്വന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ്. വൈസ് പ്രസിഡന്റായ വർഗീസ് ചൊവ്വന്നൂരിന്റെ ഭാര്യ സെബേറ്റ വർഗീസിനെ പുറത്താക്കി. ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്നവരാണ് കോൺഗ്രസുകാരെന്ന് മുഖ്യമന്ത്രി. മറ്റത്തൂരിൽ മരുന്നിന് പോലും ബാക്കി വെക്കാതെ കോൺഗ്രസിലെ 8 അംഗങ്ങളെയും BJP എടുത്തുവെന്നും പിണറായി വിജയന്റെ FB പോസ്റ്റ്. BJPക്ക് ആളെ കൂട്ടാനുള്ള മോഹമാണ് മുഖ്യമന്ത്രിക്കെന്നും അമിത്ഷായും മോദിയും പറയുന്നിടത്ത് ഒപ്പിടുന്നയാളാണ് പരിഹസിക്കുന്നതെന്നും VD സതീശൻ. VK പ്രശാന്ത് MLA കൈവശം വെച്ച ഓഫീസ് ഒഴിയണമെന്ന തിരുവനന്തപുരം കൗൺസിലർ R ശ്രീലേഖ. ഒഴിയാനുള്ള കാലാവധി മാർച്ച് 31 ആണെന്നും നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമെന്നും VK പ്രശാന്ത്. സൗഹൃദ സംഭാഷണങ്ങൾ വിവാദമാക്കരുതെന്ന് R ശ്രീലേഖ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തത വരുത്താനാകാതെ SIT. സ്മാർട്ട് ക്രിയേഷനിൽ വേർതിരിച്ചെടുത്ത സ്വർണം ആർക്ക് വിറ്റു എന്നത് കണ്ടെത്താനായില്ല. ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് SITയെ അറിയിച്ച് D മണി. സൗദിയിൽ ഡീപ്പോർട്ടേഷൻ സെന്ററുകളിൽ കഴിയുന്നത് 28,000-ലേറെ നിയമലംഘകർ. രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനകൾക്കിടെ പിടിയിലായത് 28,937 നിയമലംഘകർ എന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഷാർജ എയർപോർട്ട് അതോറിറ്റി. നടപടി അവധിക്കാല തിരക്ക് മുന്നിൽ കണ്ട് യാത്രക്കാർ 3 മണിക്കൂർ മുൻപെങ്കിലും എയർപോർട്ടിൽ എത്തണമെന്ന് നിർദ്ദേശം. തൃശൂർ, മറ്റത്തൂരിലെ BJP കോൺഗ്രസ് സഖ്യത്തിൽ കർശന നടപടിക്കൊരുങ്ങി DCC. കോൺഗ്രസിന്റെ 8 വാർഡ് അംഗങ്ങളെയും 2 വിമതരെയും അയോഗ്യരാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് DCC അറിയിച്ചു. ചൊവ്വന്നൂരിലെ കോൺഗ്രസ് SDPI സഖ്യത്തിൽ കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് മറ്റത്തൂരിലെ 8 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് BJPയുമായി സഖ്യമുണ്ടാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ടെസ്സി ജോസ് കല്ലറയ്ക്കലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. കോൺഗ്രസിന്റെ 8 വാർഡംഗങ്ങളെയും 2 വിമതരെയും അയോഗ്യരാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് DCC വ്യക്തമാക്കി. പാർട്ടിയിലെ ഈ കൈച്ചിഹ്നത്തിൽ വിജയിച്ച 8 പേരെയും സ്വതന്ത്രരായി വിജയിച്ച് പാർട്ടിയിലേക്ക് വന്ന 2 പേരെയും പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുത്തു എന്ന് ഉള്ള DCC ജനറൽ സെക്രട്ടറി ശ്രീ PM ചന്ദ്രനെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാഫിയെയും KPCC നേരിട്ട് തന്നെ പുറത്താക്കിയിട്ടുള്ളതാണ്. മിനിമോൾ, ശ്രീജ, സുമ ആന്റണി, അക്ഷയ് സന്തോഷ്, പ്രിൻഡോ പള്ളിപ്പറമ്പൻ, സിജി രാജേഷ്, സിബി പൗലോസ്, നൂർജഹാൻ നവാസ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ചത്. അതേസമയം ചൊവ്വന്നൂരിലെ കോൺഗ്രസ് SDPI സഖ്യത്തിൽ കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് DCC പ്രസിഡന്റ് അറിയിച്ചു. 2 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ വർഗീസിനെതിരെയും നടപടി സ്വീകരിക്കും. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ ജയിച്ചവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത സെബേറ്റ വർഗീസിനെ പുറത്താക്കി. 2 SDPI അംഗങ്ങളുടെ പിന്തുണയോടെയാണ് സെബേറ്റ ജയിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത നിതീഷ് എമ്മിനെയും പാർട്ടിയിൽ നിന്നും നേരത്തെ പുറത്താക്കിയിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. മറ്റത്തൂരിലെ കോൺഗ്രസ് BJP സഖ്യത്തിലെ മുൻ കോൺഗ്രസ് വാർഡ് മെമ്പർമാർ മാധ്യമങ്ങളെ കണ്ടു. കൂറുമാറ്റം കുപ്രചാരണമാണെന്നും DCC വിപ്പ് പോലും നൽകിയില്ലെന്നും നടപടി നേരിട്ടവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പാർട്ടി കൃത്യമായ ഇടപെടൽ നടത്തിയാൽ തിരുത്തുമെന്നും മുൻ കോൺഗ്രസ് വാർഡ് മെമ്പർമാർ പറഞ്ഞു. KR ഔസേപ്പിനെ CPM വിലക്കെടുത്തതാണെന്ന് TM ചന്ദ്രൻ ആരോപിച്ചു. CPM വിരോധത്തിൽ BJP കോൺഗ്രസിന് വോട്ട് ചെയ്തു. കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടില്ല. ആരും BJPയിൽ ചേർന്നിട്ടുമില്ല. തങ്ങളോട് ആരോടും ഇതുവരെ വിശദീകരണം ചോദിച്ചിട്ടില്ല. സ്ഥാനം രാജിവെക്കാൻ ആരും തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റത്തൂരിലെ ജനവികാരം CPMനെതിരാണ്. നാടിന്റെ പൊതുവികാരം ഏറ്റെടുത്താണ് തങ്ങൾ രാജിവെക്കാതിരിക്കുന്നത്. തങ്ങൾ BJPയുമായി മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. BJPയിലേക്ക് പോയിട്ടുമില്ല. പ്രത്യാഘാതം പഠിക്കാതെ തങ്ങൾ രാജിവെക്കില്ല. പാർട്ടി കൃത്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം.
മറ്റത്തൂരിൽ ആദ്യ കുതിരക്കച്ചവടം നടത്തിയത് CPM ആണ്. പാർട്ടി തങ്ങൾക്കൊപ്പം നിന്നാൽ തങ്ങൾ പാർട്ടി പറയും പോലെ തീരുമാനമെടുക്കുമെന്നും TN ചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പച്ച നുണയാണ്. കാരണം അങ്ങനെ ഒരു വിപ്പേ നൽകിയിട്ടില്ല. ഞങ്ങളോട് പാർട്ടി നേതൃത്വം ഒരാളോടും എന്തെങ്കിലും നടപടി ഇതിൽ രാജിവെക്കണമെന്നോ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. എന്ത് നടപടി DCC പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞില്ല. ഞങ്ങളോട് DCC പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾ KPCC നേതൃത്വവുമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. ഷാഫി കല്ലൂപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീൺ, വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ, പ്രസിഡന്റ് ടെസ്സി കല്ലറയ്ക്കൽ, മെമ്പർ നൂർജഹാൻ എന്നിവരാണ് വാർത്താസമ്മേളനം നടത്തിയത്. പാർട്ടി വിട്ട് BJPക്കൊപ്പം ചേർന്നവരുടെ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീണാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അമൃത ന്യൂസ്, തൃശൂർ. ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റത്തൂരിൽ മരുന്നിന് പോലും ഒരാളെ ബാക്കി വെക്കാതെ കോൺഗ്രസിലെ 8 അംഗങ്ങളെയും BJP എടുത്തതായും കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയല്ല ഇതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്നവരും ഇരട്ടി വെളുക്കുമ്പോൾ BJPയാകാൻ മടിക്കില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. സ്വയം വിൽക്കാനുള്ള കോൺഗ്രസിന്റെ ഈ സന്നദ്ധതയാണ് BJPയുടെ കേരള വ്യാമോഹങ്ങൾക്ക് വളമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റത്തൂരിൽ ആരും BJPയിലേക്ക് പോയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടി തീരുമാനം ലംഘിച്ചതുകൊണ്ടാണ് നടപടിയെടുത്തത്. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം BJPയെ ശക്തിപ്പെടുത്തുകയാണെന്നും VD സതീശൻ പറഞ്ഞു. നരേന്ദ്രമോദിയും അമിത്ഷായും എവിടെ ഒപ്പിടാൻ പറയുന്നോ അവിടെ ഒപ്പിടുന്ന പിണറായി വിജയനാണ് കോൺഗ്രസിനെ പരിഹസിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തോറ്റ് തൊപ്പിയിട്ടിരിക്കുമ്പോഴും ഇതുപോലത്തെ പരിഹാസം പറയുന്നതിനാണ് വലിയ താല്പര്യം കാണിക്കുന്നത്. ഈ തോൽവിയെ കുറിച്ചാണ് പഠിക്കുന്നത്. തോറ്റിട്ടില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോഴും. എന്നിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറയണം. മറ്റത്തൂരിലെന്താ? മറ്റത്തൂരിൽ 2 വിമതന്മാർ ജയിച്ചിരുന്നു. അതിലൊരു വിമതനെ CPM പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവരെല്ലാവരും ചേർത്തിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തെ ചൊല്ലി MLAയും കൌൺസിലറും തമ്മിൽ തർക്കം തുടരുന്നു. ശാസ്തമംഗലത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് MLA ഓഫീസുമായി ബന്ധപ്പെട്ടാണ് തർക്കം. ഓഫീസ് ഒഴിയണമെന്ന് സൗഹൃദപരമായി ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ശാസ്തമംഗലം കൌൺസിലർ R ശ്രീലേഖ. വാടക കരാർ അവസാനിക്കുന്നതുവരെ ഓഫീസ് ഒഴിയില്ലെന്ന നിലപാടിലാണ് MLA VK പ്രശാന്ത്. ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് വട്ടിയൂർക്കാവ് MLAയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇതേ കെട്ടിടത്തിലാണ് മുൻ കൗൺസിലറിനും ഓഫീസ് ഉണ്ടായിരുന്നത്. ഇത്തവണ ശാസ്തമംഗലത്തെ കൗൺസിലറായി വിജയിച്ച R ശ്രീലേഖ നിലവിലുള്ള മുറി ചെറുതാണെന്നും MLA ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി തനിക്ക് വേണമെന്നും ആവശ്യപ്പെട്ട് നേരിട്ട് പ്രശാന്തിനെ വിളിക്കുകയായിരുന്നു. VK പ്രശാന്ത് അടുത്ത സുഹൃത്താണെന്നും ഓഫീസ് മാറിത്തരാൻ പറ്റുമോ എന്ന് സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയായിരുന്നുവെന്നും ശ്രീലേഖ പറഞ്ഞു. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അതിന് ശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത്, ഞാനൊരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്. എന്നാൽ മേയർ ആകാൻ സാധിക്കാത്തതിന്റെ നിരാശ ഇങ്ങനെയല്ല തീർക്കേണ്ടതെന്നും സൗഹൃദപരമായല്ല ആവശ്യം ഉന്നയിച്ചതെന്നും VK പ്രശാന്ത് ആരോപിച്ചു. ഇവിടെ ഒരു കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഗേറ്റുകളുണ്ട്, എല്ലാ സംവിധാനവുമുണ്ട്. ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാൾ എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLAയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്. വിഷയം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും സൗഹൃദത്തിന്റെ പുറത്താണ് ശ്രീലേഖ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചതെന്നും മേയർ VV രാജേഷ് പറഞ്ഞു. ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. അതായത് അത് കോർപ്പറേഷൻ്റെ ബിൽഡിംഗ് ആണ്. ഒരു വനിതയാണ് കൗൺസിലറായിട്ട് വന്നത്. നമുക്കറിയാം സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ ശ്രീലേഖ ചേച്ചിയും VK പ്രശാന്ത് MLAയും തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട്, സൗഹൃദമുണ്ട്. ആ ഒരു സൗഹൃദം വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ്, താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്നൊരു സാഹചര്യം ഉണ്ടോന്നും ഇന്ന് ഫോണിൽ ചോദിച്ചു, ഫോൺ കോളിൽ. അത്രമാത്രമാണ് അവിടെ ഉണ്ടായത്. MLA ഓഫീസിന് വാടക കരാർ ഉണ്ടോ എന്നത് അന്വേഷിക്കുമെന്നും തുടർ നടപടി അതിനനുസരിച്ചായിരിക്കുമെന്നും പറഞ്ഞ ശ്രീലേഖ VK പ്രശാന്തിനെ നേരിട്ട് കണ്ട് കൈകൊടുത്താണ് പിരിഞ്ഞത്. എല്ലാ ദിവസവും ഇനി കൗൺസിലർ ഓഫീസിൽ ഉണ്ടായിരിക്കുമെന്നും ശ്രീലേഖ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ജനകീയനായ MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കാനുള്ള നീക്കം ജനാധിപത്യ മര്യാദകളുടെ പരസ്യമായ ലംഘനമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ തിരുവനന്തപുരം ശാസ്തമംഗലത്ത് പ്രവർത്തിക്കുന്ന ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള BJP കൗൺസിലറുടെ നടപടി ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. 7 വർഷമായി വട്ടിയൂർക്കാവിലെ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമായ ഒരു ഓഫീസിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പകപോക്കലല്ലാതെ മറ്റൊന്നുമല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. MLAയുടെ പോരാട്ടങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ പോലീസ് സംശയിക്കുന്ന ദിണ്ടിഗൽ സ്വദേശി മണി SITയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകും. പോലീസ് നൽകിയ നോട്ടീസ് പ്രകാരം ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് അഭിഭാഷകൻ SITയെ അറിയിച്ചു. മണിക്ക് കേരളത്തിലേറെ ബന്ധങ്ങളുണ്ടെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുള്ളതായി പ്രത്യേക അന്വേഷണ സംഘം സംശയിക്കുന്ന ദിണ്ടിഗൽ സ്വദേശി മണിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം MS മണിയുടെ ഓഫീസിലെത്തി ചോദ്യം ചെയ്യുകയും തിരുവനന്തപുരത്ത് ഹാജരാകാൻ നോട്ടീസ് നൽകുകയുമായിരുന്നു. ചോദ്യം ചെയ്യലിന് 30-ാം തീയതി ചൊവ്വാഴ്ച ഹാജരാകുമെന്ന് മണിയുടെ അഭിഭാഷകനാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചത്. MS മണിക്ക് സിം കാർഡ് എടുത്തു നൽകിയ ബാലമുരുകനും ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇവരെ കൂടാതെ ഇടനിലക്കാരനെന്ന് സംശയിക്കുന്ന ശ്രീകൃഷ്ണനും SIT ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. MS മണിക്ക് കേരളത്തിൽ ചില ബന്ധങ്ങളുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മണിയുടെ വീട്ടിലും സ്ഥാപനത്തിലും റെയ്ഡ് നടത്തിയത് കൂടാതെ ശ്രീകൃഷ്ണന്റെ വീട്ടിലും അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ MS മണിക്കെതിരായ കേസുകളുടെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. മണിയുടെ ചോദ്യം ചെയ്യലോടെ കേരളത്തിലെ ഇടപാടുകളിൽ വ്യക്തത വരുത്താനാകുമെന്നാണ് SIT സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച LDF. ജനുവരി 12-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് പ്രതിഷേധ സമരം. മന്ത്രിമാരും MLAമാരും പ്രക്ഷോഭത്തിൽ പങ്കെടുക്കും. ഇന്ന് നടന്ന LDF യോഗത്തിലാണ് തീരുമാനം. LDF നേതൃത്വത്തിൽ കേരള യാത്രയും സംഘടിപ്പിക്കും. തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റം, ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാത്തത്, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിയാണ് LDF കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. കേന്ദ്രത്തിനെതിരെയുള്ള സമര പരമ്പരകളുടെ തുടക്കമാകും 12-നുള്ള പ്രതിഷേധം. തുടർ സമരങ്ങളും ഉണ്ടാകും. സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുമ്പ് ഡൽഹിയിൽ പ്രതിഷേധിച്ചിരുന്നു. കേന്ദ്ര ധനമന്ത്രിയുമായി KN ബാലഗോപാൽ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും കേന്ദ്രം വഴങ്ങിയിരുന്നില്ല. സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് പ്രതിഷേധം. കഴിഞ്ഞ ദിവസം നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടിയെക്കുറിച്ച് ധാരണയായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് അടിയന്തര LDF യോഗം ചേർന്ന് അംഗീകാരം നേടിയത്. LDF നേതൃത്വത്തിൽ കേരള യാത്ര നടത്താനും യോഗത്തിൽ തീരുമാനമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പ് ആരംഭിക്കാനും LDF യോഗത്തിൽ ധാരണയായി. കേരള യാത്രയുടെ തീയതി പിന്നീട് തീരുമാനിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 140-ാം സ്ഥാപക ദിനം ആഘോഷിച്ച് കോൺഗ്രസ്. ഡൽഹിയിലെ ദേശീയ ആസ്ഥാനത്ത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പതാക ഉയർത്തി. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. കോൺഗ്രസ് ഇല്ലാതായി എന്ന് പറയുന്ന നിരവധി ആളുകളുണ്ട്. എന്നാൽ പാർട്ടി തിരിച്ചുവരുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. തിരിച്ചുവരാനുള്ള കഴിവും സംവിധാനവും പാർട്ടിക്കുണ്ട്. BJPക്ക് അധികാരമുണ്ട്. എന്നാൽ അവർക്ക് സത്യവും നീതിയും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ പോരാട്ടം കേവലം തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല, ഭാരതത്തിന്റെ ആത്മാവിനെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ഇല്ലാതാക്കിയതിന്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രചാരണം ശക്തമാക്കാൻ AICC അധ്യക്ഷൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക ദിനം സമുചിതമായി ആഘോഷിച്ച് KPCCയും. രാവിലെ 10-ന് KPCC ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ AK ആന്റണി പതാക ഉയർത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തിൽ തന്നെയാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് AK ആന്റണിയുടെയും പിറന്നാൾ എത്തിയെന്നത് ഇരട്ടി മധുരമായി. ഇന്ദിരാഭവനിൽ നടന്ന ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് AK ആന്റണി പാർട്ടി പതാക ഉയർത്തി. പാർട്ടി സ്ഥാപക ദിനവും ജന്മദിനവും ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിഞ്ഞത് സുഹൃതമായി കാണുന്നുവെന്ന് AK ആന്റണി പറഞ്ഞു. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ MLA കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി വിധിക്കെതിരെ പ്രതിഷേധം ശക്തം. ജന്തർ മന്ദറിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. അതിജീവിതയും അമ്മയും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഹൈക്കോടതി വിധിക്കെതിരെ CBI നൽകിയ അപ്പീൽ സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെയായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ദിവസമാണ് ഡൽഹി ഹൈക്കോടതി ഉന്നാവ് ബലാത്സംഗ കേസിലെ പ്രതിയായ BJP മുൻ MLA കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ചത്. സെൻഗാറിന് കോടതി ജാമ്യവും നൽകി.
ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് സാമൂഹ്യ പ്രവർത്തകരും ഇടത് വിദ്യാർത്ഥി സംഘടനകളും ഉയർത്തുന്നത്. വിധിക്കു പിന്നാലെ അതിജീവിതയുമായി രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ന് ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധത്തിൽ അതിജീവിതയും അമ്മയും പങ്കെടുത്തു. സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അതിജീവിത പറഞ്ഞു. ഉദ്യോഗസ്ഥർ സെൻഗാറിനു വേണ്ടി നിലകൊള്ളുന്നുവെന്നും താനും കുടുംബവും ഇപ്പോഴും സുരക്ഷിതരല്ലെന്നും അവർ പറഞ്ഞു. मुझे उम्मीद है, मुझे सुप्रीम कोर्ट ने न्याय दिया है और न्याय देगा. हम हाई कोर्ट पे एलिगेशन नहीं लगा रहे हैं, हम तो हाई कोर्ट के वो 2 जज, क्योंकि उनको क्या पता घर में बैठना हो, क्या पता उन्हें रिटायर होना हो, उनके पास पैसे की कमी हो, उन्होंने अपना रूम भर लिया. सीबीआई का आईओ ने अपने अपने रूम भर लिए हैं, आराम से बैठ के खाएंगे ऐसे. इसीलिए हमारे साथ में हम तो ये भी कहते हैं कि अगर इंग्लिश में बहस हो रही है तो ठीक है. കഴിഞ്ഞ ദിവസം പാർലമെന്റിന് മുന്നിലും സാമൂഹ്യ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. SFI, ഐസ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ജന്തർ മന്ദിറിലെ പ്രതിഷേധം. വലിയ ഭീഷണിയാണ് അതിജീവിത നേരിടുന്നതെന്ന് JNU സ്റ്റുഡൻസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഗോപിക ബാബു പറഞ്ഞു. 2017 ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ആളുടെ അച്ഛനെ പോലീസ് കസ്റ്റഡിയിൽ കൊന്നു. ആളുടെ 2 കുടുംബാംഗങ്ങൾ ഒരു സ്റ്റേജ്ഡ് ആയിട്ടുള്ളൊരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. എന്നാൽ കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജസ്റ്റിസ്, ഒരു ഹോപ്പിലാണ് ആ കുട്ടി പിന്നെ ഒരു സുപ്രീം കോടതി ആയിക്കോട്ടെ ഹൈക്കോർട്ടിൽ പോകുന്നത്. അവിടെയും അവർക്ക് നേരിടേണ്ടി വന്നത് ഒരു ഇൻജസ്റ്റിസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ CBI നൽകിയ അപ്പീൽ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. സെൻഗാറിന് ജാമ്യം നൽകിയതും ശിക്ഷ മരവിപ്പിക്കുകയും ചെയ്തതും നിയമവിരുദ്ധമാണെന്നാണ് CBI പറയുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ അവധിക്കാല ബെഞ്ചാണ് ഹർജി നാളെ അടിയന്തരമായി പരിഗണിക്കുന്നത്. 2017 ഉത്തർപ്രദേശിലെ ഉന്നാവിൽ 17-കാരി പീഡനത്തിനിരയായത്. പെൺകുട്ടിയുടെ അച്ഛൻ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചിരുന്നു. പെൺകുട്ടിക്ക് നേരെയും ആക്രമണമുണ്ടായിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സൗദിയിൽ 28,000-ലേറെ നിയമലംഘകർ വിവിധ പ്രവിശ്യകളിലെ ഡീപ്പോർട്ടേഷൻ സെന്ററുകളിൽ കഴിയുന്നതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യവ്യാപകമായി സുരക്ഷാ വകുപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകൾക്കിടെ പിടിയിലായ 28,937 നിയമലംഘകരാണ് നാടുകടത്തൽ നടപടികൾ പൂർത്തിയാകുന്നത് പ്രതീക്ഷിച്ച് ഡീപ്പോർട്ടേഷൻ സെന്ററുകളിൽ കഴിയുന്നത്. ഇക്കൂട്ടത്തിൽ 27,259 പേർ പുരുഷന്മാരും 1,678 പേർ വനിതകളുമാണ്. അവധിക്കാല തിരക്ക് മുന്നിൽ കണ്ട് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ഷാർജ എയർപോർട്ട് അറിയിച്ചു. യാത്രക്കാർ കുറഞ്ഞത് 3 മണിക്കൂർ മുൻപെങ്കിലും എയർപോർട്ടിൽ എത്തണമെന്നും തിരക്കൊഴിവാക്കി യാത്രയ്ക്കുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ഇത് സഹായിക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. എയർ അറേബ്യ യാത്രക്കാർക്ക് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള സിറ്റി ചെക്ക് ഇൻ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം. സെൽഫ് സർവീസ് ചെക്ക് ഇൻ കിയോസ്കുകൾ, ഡിപ്പാർച്ചർ ഹാളിലെ പ്രത്യേക ബാഗേജ് ഡ്രോപ്പ് കൗണ്ടറുകൾ, സ്മാർട്ട് ഗേറ്റുകൾ, ഫാസ്റ്റ് ട്രാക്ക് സേവനങ്ങൾ എന്നിവ യാത്രക്കാരുടെ സൗകര്യത്തിനായി വിമാനത്താവളത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. എയർ അറേബ്യ യാത്രക്കാർക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കാനും സാധിക്കും. വിമാനത്താവളത്തിലെ പ്രധാന സേവന വിഭാഗങ്ങളിൽ ജീവനക്കാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. റമദാനിൽ ഇഫ്താർ സേവനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന കമ്പനികളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി ഇരുഹറം പരിപാലനത്തിനുള്ള ജനറൽ അതോറിറ്റി വ്യക്തമാക്കി. ഭക്ഷ്യസേവനങ്ങൾ ഉൾപ്പെടുന്ന വാണിജ്യ രജിസ്ട്രേഷൻ അപേക്ഷകർക്ക് നിർബന്ധമാണ്. മക്കയിലോ മദീനയിലോ പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് മുനിസിപ്പൽ ലൈസൻസ് അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയിൽ നിന്നുള്ള ലൈസൻസ് ഉണ്ടാകണം. ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന പ്രവർത്തന സ്ഥലമോ പാട്ടക്കരാറോ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അപേക്ഷകർക്ക് വേണ്ട രേഖകൾ. കൂടാതെ സ്ഥാപനത്തിന് പ്രതിദിനം കുറഞ്ഞത് 10,000 ഭക്ഷണങ്ങളെങ്കിലും വിതരണം ചെയ്യാനുള്ള ശേഷിയും വേണം. സൗദിയിൽ കഴിഞ്ഞ 40 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ഹായിലിയിലാണെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വെളിപ്പെടുത്തി. 1985 മുതൽ 2025 വരെയുള്ള ശൈത്യകാലത്ത് രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില 2008 ജനുവരി 16 ഹായിലിൽ ആയിരുന്നു. അന്ന് ഹായിലിലെ കുറഞ്ഞ താപനില -10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. രണ്ടാം സ്ഥാനത്ത് അൽജഫ് പ്രവിശ്യയിലെ ഖുറയ്യാത്താണ്. ഇവിടെ 2008 ജനുവരിയിൽ -9 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. വിവിധ വർഷങ്ങളിൽ ശൈത്യകാലത്ത് ഉത്തര അതിർത്തി പ്രവിശ്യയിലെ തുറൈഫിൽ -8 ഡിഗ്രി രേഖപ്പെടുത്തിയിരുന്നു. കുവൈറ്റിൽ പ്രാദേശികമായി ഉത്പാദിപ്പിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഇടനിലക്കാർ ഇല്ലാതെ ഇനി വിപണിയിൽ നേരിട്ടെത്തും. ഇതിനായി നിലവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കൂടുതൽ വിപുലമാക്കാൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് നിർദ്ദേശം നൽകി.
ഫഹദ് അൽ അഹമ്മദ്, അൻഡലൂസ്, ജറാബ് പ്രദേശങ്ങളിലെ വിവിധ സ്റ്റാളുകളിൽ കഴിഞ്ഞ ദിവസം മന്ത്രി മിന്നൽ പരിശോധന നടത്തി. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വില കുറയ്ക്കുന്നതിനും കർഷകർക്ക് നേരിട്ട് പ്രയോജനം ലഭ്യമാക്കുകയും ചെയ്യാൻ നടപടി സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനായി അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന പോരായ്മകൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുവാനും നിയമവിരുദ്ധമായ മുൻകാല രീതികൾ പരിഹരിക്കുവാനും എല്ലാ നിയമലംഘനങ്ങളും അവസാനിപ്പിക്കുവാനും വിതരണം, വിലനിർണ്ണയം എന്നിവ ന്യായമാക്കുവാനും ഇടനിലക്കാരെ തടയുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊതുക് വഴി പകരുന്ന രോഗങ്ങളെ കരുതിയിരിക്കണമെന്ന് UAE ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം. കൊതുക് കടിയേറ്റാൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം. രോഗലക്ഷണം കണ്ടാൽ ചികിത്സ തേടാൻ വൈകരുതെന്നും മന്ത്രാലയം പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ചു. പനി, തലവേദന, ശരീരത്തിൽ തടിപ്പ് എന്നിവ അനുഭവപ്പെട്ടാൽ കൃത്യമായ ചികിത്സ സ്വീകരിക്കണം. കൊതുകുകൾ വളരാൻ സാധ്യതയുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കണം. രോഗം പടരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. ജിദ്ദ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയാഘോഷവും കോൺഗ്രസ് ജന്മദിന വാർഷികവും ആചരിച്ചു. ആക്ടിംഗ് പ്രസിഡന്റ് അസീസ് ലാക്കൽ അധ്യക്ഷത വഹിച്ചു. ഷറഫിയ സഫേർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ഡോക്ടർ അഷ്റഫ് ഇരുമ്പുഴി ഉദ്ഘാടനം ചെയ്തു. ICCയുടെ സ്ഥാപക നേതാവായ അബ്ദുപ്പ പാണക്കാടിനെ റീജിയണൽ കമ്മിറ്റി സെക്രട്ടറി അലി ബാപ്പു ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയിൽ പായസം വിതരണം ചെയ്തും മുദ്രാവാക്യങ്ങൾ വിളിച്ചും പ്രവർത്തകർ ആഘോഷത്തിന് കൊഴുപ്പുകൂട്ടി. ഗായകരായ നൂഹ് ഭീമാപ്പള്ളിയും മുംതാസ് അബ്ദുറഹ്മാനും നയിച്ച സംഗീത വിരുന്ന് സദസ്സിനെ ഇളക്കിമറിച്ചു. OICC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ 2026 വർഷത്തെ കലണ്ടറിന്റെ വിതരണവും ഉദ്ഘാടനം സ്ഥാപക നേതാവ് അബ്ദുപ്പ പാണക്കാട് നിർവഹിച്ചു. CM അഹമ്മദ്, കമാൽ കളപ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്ററും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ രജിസ്റ്റേർഡ് അസോസിയേഷൻ കുവൈറ്റും സംയുക്തമായി സൗജന്യ ലീഗൽ ക്ലിനിക് സംഘടിപ്പിച്ചു. പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി പ്രവാസി ലീഗൽ സെൽ കൺട്രി ഹെഡ് ബാബു ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. അബാസിയയിൽ വെച്ച് നടന്ന പരിപാടിക്ക് പ്രശസ്ത സ്വദേശി അഭിഭാഷകൻ ഡോക്ടർ തലാൽ താക്കി നേതൃത്വം നൽകി. PLC കുവൈറ്റ് ജനറൽ സെക്രട്ടറി ഷൈജിദ് K സ്വാഗതവും ട്രഷറർ രാജേഷ് ഗോപി നന്ദിയും രേഖപ്പെടുത്തി. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്ത് വിവിധ വിഷയങ്ങളിൽ സൗജന്യമായി നിയമോപദേശം തേടുകയും തുടർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലീഗൽ ക്ലിനിക് വഴി സാഹചര്യവും ലഭിച്ചു. കോടതി വഴി നിയമ നടപടികൾ ആരംഭിക്കാനുള്ള വിഷയങ്ങളിൽ തുടർ സഹായവും ലീഗൽ സെൽ ഉറപ്പാക്കി. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അവസാനമാകുമോ എന്നറിയാൻ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിർണായക കൂടിക്കാഴ്ച ഇന്ന്. US-ലെ ഫ്ലോറിഡയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള 20 ദിന സമാധാന പദ്ധതിയാവും ഇന്നത്തെ ചർച്ചയിലെ പ്രധാന അജണ്ട. 4 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള 20 ദിന സമാധാന പദ്ധതിയാകും ഇന്നത്തെ ചർച്ചയിലെ പ്രധാന അജണ്ട. സുരക്ഷാ ഉറപ്പുകൾ, വെടിനിർത്തൽ, പുനർനിർമ്മാണം എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി. 60 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യ സമ്മതിച്ചാൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന 20 ദിന സമാധാന പദ്ധതി നടപ്പിലാക്കാൻ താൻ തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞു. ഉന്നതതല കൂടിക്കാഴ്ചകൾക്കായി ധാരണയിലെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് പ്രസിഡന്റ് ട്രംപുമായി നടക്കാനിരിക്കുന്നത്. പുതുവത്സരത്തിന് മുൻപ് പലതും തീരുമാനിക്കാകും എന്നാണ് പ്രതീക്ഷയെന്നും സെലൻസ്കി എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കി. എന്നാൽ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ, സുരക്ഷാ ഗ്യാരണ്ടികളുടെ സ്വഭാവം, വെടിനിർത്തലിന്റെ സമയക്രമം തുടങ്ങിയ വിഷയങ്ങളിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതായിട്ടാണ് സൂചന. അതിനിടെ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ഇന്നലെ പുലർച്ചെ റഷ്യയുടെ വൻ സൈനിക ആക്രമണമുണ്ടായി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാണെന്നും യുക്രൈൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. സെലൻസ്കി US-ലേക്ക് തിരിക്കാനിരിക്കവെയാണ് ആക്രമണം എന്നത് ശ്രദ്ധേയമാണ്. 4 വർഷത്തോളമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ഉടമ്പടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാനിരിക്കെ കീവിനുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് റഷ്യയുടെ ഈ നീക്കമെന്ന് വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളിലാണ് ശബരിമല. മണ്ഡല മഹോത്സവം പൂർത്തിയാക്കി അടച്ച നട ചൊവ്വാഴ്ച വീണ്ടും തുറക്കും. ശരണമന്ത്രങ്ങൾ മുഴങ്ങിക്കേട്ട തീർത്ഥാടന പാതകളിലും ശബരീശ സന്നിധിയിലും ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയും പരിസര പ്രദേശങ്ങളും ഒരുങ്ങുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരികയാണ്. പോലീസ്, എക്സൈസ്, ദേവസ്വം, വിശുദ്ധിസേന എന്നീ വിഭാഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്.
സ്വാമി അയ്യപ്പൻ റോഡിന്റെ ഇരുവശവും നീലിമല കവാടം മുതൽ ശബരിപീഠം വരെയും പമ്പ പരിസരവും ശബരിപീഠം മുതൽ സന്നിധാനം വരെയുമുള്ള പ്രദേശങ്ങളുമൊക്കെ മകരവിളക്കുത്സവത്തിനായി ഒരുങ്ങുകയാണ്. ക്ഷേത്രത്തിലെ ആഴി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. മകരവിളക്ക് മഹോത്സവത്തിന് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് നട വീണ്ടും തുറന്ന ശേഷം ആഴിയിൽ അഗ്നി തെളിയിക്കും. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് സുഗമമായ വൈദ്യുതി വിതരണം ഉറപ്പാക്കാൻ KSEBയുടെ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. പമ്പ, സന്നിധാനം, നിലയ്ക്കൽ, ശബരിമലയിലെ മറ്റനുബന്ധ പ്രദേശങ്ങളിലെ വൈദ്യുതി വിതരണ സംവിധാനങ്ങളുടെ പരിശോധനയും അറ്റകുറ്റപ്പണികളും നടത്തുന്നുണ്ട്. ഇതിനായി കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചു. മകരവിളക്കിന് ഭക്തർ കൂടുതലായി വരുന്ന സ്ഥലങ്ങളിലും ലൈറ്റുകൾ സ്ഥാപിച്ചു വരികയാണ്. സുരക്ഷാ പരിശോധനകളും ദ്രുതഗതിയിൽ തുടരുന്നു. മണ്ഡല തീർത്ഥാടനത്തിന് മുൻവർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ഭക്തർ എത്തിയതിനാൽ മകരവിളക്കിനും മല ചവിട്ടുന്ന അയ്യപ്പന്മാരുടെ എണ്ണം കൂടും. ഇത് കണക്കിലെടുത്ത കൂടുതൽ ക്രമീകരണങ്ങൾ ഇത്തവണ മകരവിളക്ക് തീർത്ഥാടനത്തിനും ഉണ്ടാകും. ജനുവരി 14-നാണ് മകരവിളക്ക്. അമൃത ന്യൂസ്, സന്നിധാനം. തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ചരിത്രം കുറിച്ച ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാന. രാജ്യാന്തര ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ വനിതാ താരമെന്ന റെക്കോർഡ് സ്മൃതി മന്ദാന സ്വന്തമാക്കി. ശ്രീലങ്കയ്ക്കെതിരായ 4ാം T20-യിലാണ് സ്മൃതിയുടെ ഈ നേട്ടം. 280 ഇന്നിംഗ്സുകളിൽ നിന്നാണ് സ്മൃതി 10,000 റൺസ് തികച്ചത്. മിതാലി രാജിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന താരമാണ് സ്മൃതി. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.